Hello, welcome back to our Bridge Course Day 7 or Lecture 7. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മോൾ കൺസെപ്റ്റ് ഇതായിരുന്നു നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു റീവൈൻഡ് വേണം അല്ലേ? എന്തായിരുന്നു വൺ മോൾ എന്ന് വെച്ചാൽ? വൺ മോൾ എന്ന് വെച്ചാൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അതിനെയാണ് എന്ത് വിളിക്കുക? ഈ വൺ മോൾ രണ്ട് എ പേരുകളുണ്ട്. 1 ഗ്രാം ആറ്റം, എന്താണ് 1 ഗ്രാം മോളിക്യൂൾ എന്ന് വെച്ചാൽ 1 മോൾ ആറ്റത്തിനാണ് 1 ഗ്രാം ആറ്റം എന്ന് പറയാം. 1 മോൾ മോളിക്യൂളിനാണ് 1 ഗ്രാം മോളിക്യൂൾ എന്ന് പറയുക. എന്ന് വെച്ചാൽ 1 മോൾ എന്ന് വെച്ചാൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ആണ്, അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. ഇനി ഇതിന്റെ മാസിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി ഒരു മോൾ ആറ്റം ആണ് അത് GAM ആയിരിക്കും, ഒരു മോൾ മോളിക്യൂൾ ആണ് അത് എന്തായിരിക്കും? GMM ആയിരിക്കും. GM എന്ന് വെച്ചാൽ ഗ്രാം അറ്റോമിക് മാസ്, ഒന്നിന്റെ അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ്. GMM എന്ന് വെച്ചാൽ ഗ്രാം മോളിക്യുലർ മാസ്, ഇറ്റ്സ് മോളിക്യുലർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ്. അപ്പോൾ ഇത്രയും വിവരം കിട്ടിയതിന്റെ അകത്തുനിന്ന് ഞാൻ ചോദിക്കാം, നിങ്ങൾ എന്റെ കൂടെ ഉത്തരം പറയണേ മക്കളെ. 1 ഗ്രാം ആറ്റം ഓക്സിജൻ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? 1 ഗ്രാം ആറ്റം ഓക്സിജൻ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? 1 ഗ്രാം ആറ്റം ഓക്സിജൻ എന്ന് വെച്ചാൽ അവഗാഡ്രോ നമ്പർ ഓഫ് 1 ഗ്രാം ആറ്റം എന്നാണ്, അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് എന്നാണ് അർത്ഥം. 1 ഗ്രാം ആറ്റം ഓഫ് ഓക്സിജൻ എന്ന് വെച്ചാൽ എന്താണ്? അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് എന്നാണ് അർത്ഥം. അതിന്റെ മാസ് എത്രയാ? അതിന്റെ GAM. ഓക്സിജന്റെ GAM അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ്. ഓക്സിജൻ 16 ആണ്. അപ്പോ 1 ഗ്രാം ആറ്റം ഓഫ് ഓക്സിജൻ എന്ന് വെച്ചാൽ എത്രയാണ്? 16 ഗ്രാം ഓക്സിജൻ ആറ്റം എന്നാണ്. ഇനി എന്റെ കൂടെ പറ നോക്കട്ടെ. 1 ഗ്രാം മോളിക്യൂൾ ഓഫ് ഓക്സിജൻ. ഗ്രാം ആറ്റം എന്നുള്ളത് മാറി 1 ഗ്രാം മോളിക്യൂൾ. അപ്പൊ മോളിക്യൂൾ ഓഫ് ഓക്സിജൻ, ഓക്സിജൻ എന്ന് വെച്ചാൽ O2 ആണ്. അതിന്റെ അർത്ഥം എന്താ? അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ എത്രയായിരുന്നു? 6.022 into 10⁻23 മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ എന്നാണ്. അതേപോലെ അതിന്റെ മാസ് എത്രയാണ്? GMM മോളിക്യുലർ മാസ്. O2 ന്റെ മോളിക്യുലർ മാസ് 32. So its mass will be 32 gram. അല്ലേ? അടിപൊളി. Good. I have 1 gram molecule of ozone. Ozone is O3. 1 gram molecule of ozone എന്ന് വെച്ചാൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ ഓഫ് ഓസോൺ എന്ന് വെച്ചാൽ അതിന്റെ മാസ് പറയാം. ഇറ്റ് വിൽ ബി GMM. GMM എന്ന് വെച്ചാൽ മോളിക്യുലർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. ഓസോണിന്റെ മോളിക്യുലർ മാസ് 48 ആണ് അല്ലേ? 3 ഓക്സിജൻ O3 48 ആണ്, 48 ഗ്രാം. ഇനി ഇത് അവസാനമായിട്ട് ഞാനൊരു സാധനം കൂടെ പറയുന്നു. 1 ഗ്രാം മോളിക്യൂള് ഒരു മോൾ സാധനം ഉണ്ടെങ്കിൽ അത് ഗ്യാസ് ആണെങ്കിൽ അതിന്റെ വോളിയം എത്രയായിരിക്കും? 22.4 liters. This we call as molar volume. ഒരു മോൾ ഗ്യാസിന്റെ വോളിയം, അത് കണ്ടീഷനൊക്കെ ഉണ്ട്, STP എന്നൊക്കെ ഉണ്ട്, അത് നമ്മൾ പറയും കേട്ടോ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ന്യൂസ് ആണ്. ഇതിലുള്ള വോളിയം എത്രയായിരിക്കും? 22.4 liters. 22 liters അല്ല, 22.4 liters. അപ്പോൾ 1 മോൾ ഓക്സിജൻ, ഓക്സിജൻ എന്ന് മാത്രം പറഞ്ഞാൽ അത് മോളിക്യൂൾ ആണ്. 1 മോൾ ഓക്സിജൻ എന്ന് വെച്ചാൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ ആണ്. GMM 32 ഗ്രാം ഓഫ് ഓക്സിജൻ ആണ്. പിന്നെ എത്രയാണ്? അത് 22.4 liters ഓഫ് ഓക്സിജൻ ആണ്. ആഹാ, എന്താ രസം ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. അല്ലെങ്കിൽ 22.4 liters ഓഫ് ഓക്സിജൻ എന്ന് വെച്ചാൽ അത് 1 മോൾ ഓഫ് ഓക്സിജൻ ആണ്. അതിന്റെ മാസ് എത്രയായിരിക്കും? 32 ഗ്രാം ആയിരിക്കും. ദിസ് ഈസ് ദി മോൾ കൺസെപ്റ്റ്, ഒരു മോളിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതിക്കോ, മോളാർ മാസ് എന്നുള്ളത് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് എഴുതിക്കോ മോളാർ വോളിയം. The volume of 1 mole of substance, the volume of 1 mole of substance is called as molar volume. Volume of any gas, volume of any gas at STP. STP എന്നാണ് പിന്നെ പറയാം. At STP
is equal to 22.4 liters. Is equal to 22.4 liters. Okay, so നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. Fill the blanks. The blanks with suitable mass, volume, molecules. ഇതാണ് ടേബിൾ ഉണ്ടാക്കുക. ഞാൻ ഗ്യാസ് എടുത്തു, ഓക്സിജൻ ഞാൻ 1 മോളാണ് ഉള്ളത്. നിങ്ങൾക്ക് അതിൻ്റെ മാസ് പറയാൻ പറ്റില്ലേ? എത്രയായിരിക്കും? 32 gram. അടിപൊളി. എന്തുകൊണ്ടാ? It will be GMM. അതിന്റെ വോളിയം പറഞ്ഞ മക്കളെ, it will be 22.4 liters. അല്ലേ? ഒരു മോളിന്റെ വോളിയം ഗ്യാസ് ആണെങ്കിൽ എത്രയായിരിക്കും? 22.4 liters. എത്ര മോളിക്യൂൾ ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ 6.022 into 10⁻². ഇവിടെയൊക്കെയാണ് ഞാൻ ഡാഷ് ഇട്ടത്. ഇതൊക്കെ നിങ്ങൾ ഫിൽ ചെയ്യണം. അമോണിയ ഞാൻ 1 മോൾ എടുത്തു. ഇനി അതിന്റെ മാസ് പറയാം. Its mass will be GMM. Its molecular mass expressed in grams. ഇതിന്റെ മോളിക്കുലർ മാസ് എത്രയാ? 14 3 17. അതുകൊണ്ട് അതിന്റെ മാസ് എത്രയായിരിക്കും? 17 ഗ്രാം. വോളിയം എത്രയായിരിക്കും? 22.4 liters. അതിന്റെ മോളിക്യൂൾസ് എത്രയായിരിക്കും? 6.022 into 10⁻23. No doubt. I am taking carbon dioxide. 1 mole carbon 12, 2 oxygen, so it will be 44 grams. The mass of 1 mole of carbon dioxide will be 44 grams. Its volume will be 22.4 liters, and its number of molecules is equal to 6.022 into 10⁻23. Okay, next is my real question. Okay, you can fill up the table, no issue. Next is my real question. I am taking nitrogen, N2, and I am taking half mole of substance. Now you fill mass, volume, molecules. Molecular mass of nitrogen is 28. Okay. If I am taking half mole, what will be its mass? What will be its volume? What will be the number of molecules? Come on, you can do it. No doubt. Check. മക്കളെ, സത്യം പറഞ്ഞാൽ നമ്മൾ +2 +1 ചോദിക്കുന്ന ചോദ്യങ്ങളായത്, അല്ലെങ്കിൽ എൻട്രൻസിന് ചോദിക്കുന്ന ചോദ്യങ്ങളായത്. ഇതാ നിങ്ങളിതാ എൻട്രൻസിന്റെ ചോദ്യമൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കുട്ടികൾ ഇതാ ആവാൻ പോവാണ്. എല്ലാവരും ഒന്ന് ആലോചിച്ച് ചെയ്തു. Come on. എനിക്ക് കാണാം, നിങ്ങളുടെ കണ്ണിൽ ആ സന്തോഷം കാണാം, നിങ്ങളുടെ മുഖത്ത് ചിരി കാണാം. എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ബ്രിഡ്ജിങ് ബിറ്റ്വീൻ 10th and 11th, or bridging between 10th and whatever, നീറ്റ് എക്സാം or JEE എക്സാം whatever. എനിക്ക് കാണാം ആ ബ്രിഡ്ജിങ്ങിന്റെ സുഖം നിങ്ങളുടെ മുഖത്തുള്ളത്. നിങ്ങൾക്കറിയാം, 1 മോൾ നൈട്രജൻ ആയിരുന്നുവെങ്കിൽ it will be 28 gram. If it is 1 mole of nitrogen, it will be 28 gram. No doubt, you know 1 mole of substance will weigh GMM, gram molecular mass. So obviously half mole ആവുമ്പോൾ അതിന്റെ പകുതി അല്ലേ? ശരിയല്ല, ഹാഫ് മോൾ ആവുമ്പോൾ അതിന്റെ പകുതി എന്ന് വെച്ചാൽ 28 പകുതി. നിങ്ങൾ ചെയ്ത ആൻസർ കറക്റ്റ് ആണ്, 14 gram. ഗുഡ്, ഗ്രേറ്റ് ജോബ്.
ആൻഡ് 1 മോൾ ആകുമ്പോൾ വോളിയം 22.4. ഹാഫ് മോൾ ആകുമ്പോൾ അതിന്റെ പകുതിയല്ലേ കാണുള്ളൂ അല്ലേ? എത്ര പേർക്ക് ആ ശരീരത്തിൽ കിട്ടിയത്? സോ ഇറ്റ് വിൽ ബി 11.2 liters. 1 മോൾ ആകുമ്പോൾ 6.022 into 10⁻23. ഹാഫ് മോൾ ആകുമ്പോൾ അതിന്റെ പകുതിയല്ലേ കാണുള്ളൂ എന്ന് വെച്ചാൽ അതിന്റെ പകുതി അത് ഞാൻ പറയാം 3.011 into 10⁻23. സി ഞാൻ പറഞ്ഞില്ല, ഇതാ നിങ്ങൾ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാണ്. 10th കഴിഞ്ഞ് നിങ്ങൾ മെല്ലെ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു തുടങ്ങി. നമ്മൾ വളരെ കുറച്ച് സമയം എല്ലാ ദിവസവും എടുത്ത് പറയുന്നത് നിങ്ങൾ ചെയ്തു തുടങ്ങി. എനിക്കറിയാം പലർക്കും കിട്ടിയിട്ടുണ്ട്. കിട്ടാത്തവർ സങ്കടപ്പെടണ്ട. ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ കിട്ടിയവർ പൊട്ടന്മാരാണ്. അവരെ പറ്റി നമ്മൾ നോക്കട്ടെ. കിട്ടാത്ത ഒരാൾ ശരിക്കും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശരിക്കും ബുദ്ധിമാന്മാർ. അപ്പോൾ കിട്ടാത്തവരും എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ അടിപൊളി ചെയ്യും. ഡോണ്ട് വെറി. കിട്ടിയവരൊക്കെ പൊളിച്ച്. ഇനി നിങ്ങൾ സങ്കടപ്പെട്ട കാര്യമില്ല, സന്തോഷിക്കേണ്ട കാര്യം പറഞ്ഞുതരാം. ഇനി എല്ലാ ദിവസവും എൻ്റെ ക്ലാസ് കേട്ട് കഷ്ടപ്പെടേണ്ടി വരില്ല. അടുത്ത ആഴ്ച തൊട്ട് വരുന്ന ദിവസങ്ങൾ തൊട്ട് ബാക്കി എല്ലാ സബ്ജക്റ്റും ശരിയാക്കിയിട്ടുണ്ട്. കെമിസ്ട്രി എന്നെ കേൾക്കുക, ഈ പയ്യൻ തന്നെ ഫുൾ ടൈം വരെ എന്തൊരു ബോറാണല്ലേ. അപ്പോൾ ഞാൻ മാത്രമല്ല, എന്നെക്കാളും നന്നായി ക്ലാസ് എടുക്കുന്ന ചില ടീച്ചേഴ്സ് വേറെ പാഠങ്ങൾ റെക്കോർഡിംഗ് ഒക്കെ ശരിയായിട്ടുണ്ട്. ഇത് ബേസിക്കലി ഇറ്റ്സ് മൈ ബെഡ്റൂം. അത് മാറി നമ്മളൊരു സ്റ്റുഡിയോയിലൊക്കെ ആയിട്ട് റെക്കോർഡിങ് തുടങ്ങിയിട്ടുണ്ട്. അതാണ് ചില ഗ്രൂപ്പുകളിൽ അറിയാം. ഞാനൊരു കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ചില ഗ്രൂപ്പുകളിൽ അതറിയില്ല, അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗ്യാപ്പിൻ്റെ കാരണം ഇത് കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു പ്രൊഫഷണൽ രീതിയിൽ ഷൂട്ട് ചെയ്യാം, ബാക്കി ടീച്ചേഴ്സിനും കൂടി ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ കെമിസ്ട്രി നിങ്ങൾ എന്ത് ചെയ്യുന്നത് പോലെ തന്നെ, എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫിസിക്സും മാത്സും ഒക്കെ ചെയ്യാം. ബാക്കി കുറേ ചേട്ടന്മാർ അവരുടെ അനുഭവക്കുറിപ്പുകളുമായിട്ടൊക്കെ വരുന്നുണ്ട്. സോ വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ചെയ്യണം മക്കളെ, നോക്കാം. ഐ ആം ടേക്കിംഗ് അവർ ഓൾഡ് ഓക്സിജൻ O2. അടുത്ത ക്ലാസ്സിൽ കാര്യം ഞാൻ പൊളിക്കും. ഞാൻ കംപ്ലീറ്റ് എൻട്രൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യും. O2 and I am taking 2 moles filled. I have 2 moles of O2. You know the molecular mass of O2. Molecular mass of O2 is 32. So try to do it. സോ 1 മോൾ ഓക്സിജൻ നിങ്ങൾക്ക് അറിയാം 32 ഗ്രാമാണ്. സോ 2 മോൾ ഓക്സിജൻ it will be 2 into 32. Let 1 more 32. So the mass of 2 will be 2 into 32. That will be equal to 64 gram. 1 മോളിന്റെ വോളിയം എത്രയാണ്? 22.4 ആണ്. 2 മോൾസിന്റെ വോളിയം എത്രയായിരിക്കും? It will be 44.8 liters. 1 മോളിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. അതുകൊണ്ട് 2 മോളിൽ എത്ര ഉണ്ടാവും? 2 into അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. or 2 into 6.022 into 10⁻23. So ചെയ്തില്ലേ? Great. So I am drawing a graph here. I am drawing a picture. നിങ്ങളുടെ കയ്യിൽ n മോൾസ് എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ, യു ഹാവ് n മോൾസ് എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസ് പറയാം. n ഇൻറ്റു എന്താണ്? g. നമുക്കിനി വോളിയം പറയാം. n ഇൻറ്റു എത്രയായിരിക്കും? 22.4. നിങ്ങൾക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് മോളിക്യൂൾസ് പറയാം. n ഇൻറ്റു എന്തായിരിക്കും? അവഗാഡ്രോ നമ്പർ. സോ ഒരു പേജിൽ ഇത് വരച്ചു വെച്ചു. ഇതിന് ഇപ്പുറത്തും കൂടെ കുറച്ച് സാധനമുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് n മോൾസ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അറിയാം? ഇനി മാസ് കാണാൻ അറിയാം, വോളിയം കാണാൻ അറിയാം, അതേപോലെ എന്ത് കാണാൻ അറിയാം? നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ അറിയാം. സോ ഡ്രോ ദിസ് പിക്ചർ.
ഓക്കെ. അടുത്ത മക്കളെ ഞാൻ നിങ്ങൾക്ക് ചോദിക്കാം, ഐ ഹാവ് 32 gram of oxygen എന്ന് വെച്ചാൽ if I have 64 gram of oxygen എത്ര മോളായിരിക്കും? It will be 2 moles. 32 ആകുമ്പോൾ 1 mole, 64 ആകുമ്പോൾ എത്ര ഉണ്ടാവും? 2 moles. If I have 320 grams of oxygen എത്ര ഉണ്ടാവും? 10 moles. If I have x gram of oxygen, now you can answer, it will be x by 32 moles. ഇല്ല, നിങ്ങൾ പറഞ്ഞോളെ. 32 ആകുമ്പോൾ 1 മോൾ കിട്ടി, 64 ആകുമ്പോൾ 2 കിട്ടി, 320 ആകുമ്പോൾ 10 മോൾ കിട്ടി, എക്സ് ആണ് x by 32 കിട്ടി. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, അതിൻ്റെ മാസ് എക്സ് ഗ്രാം ആണെന്ന് ഇരിക്കട്ടെ. എനിക്ക് അവിടുന്ന് വേണമെങ്കിൽ നമ്പർ ഓഫ് മോൾസിലേക്ക് പോവാം. ഫോർമുല എന്താണ്? എക്സ് ബൈ ജി. ഇല്ലേ, ആലോചിച്ചോക്ക്. ജി എം എം ആകുമ്പോൾ 1 മോൾ ഉണ്ടാവും, 2 ജി എം എം ആകുമ്പോൾ 2 മോൾ ഉണ്ടാവും, 3 ജി എം എം ആകുമ്പോൾ 3 മോൾ ഉണ്ടാവും. എക്സ് ഗ്രാം ആണെങ്കിൽ എക്സ് ബൈ ജി എം എം മോൾ ഉണ്ടാവും, ഒരു സംശയവുമില്ല. വാട്ടർ 18 ഗ്രാം ആകുമ്പോൾ 1 മോൾ ഉണ്ടാവും, 9 ഗ്രാം ആകുമ്പോൾ 9/18. 18 ഗ്രാം ആകുമ്പോഴേ 1 മോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ 9 ഗ്രാം ആകുമ്പോൾ 9/18 എത്ര വെച്ച് എത്ര മോൾ ഉണ്ടാവും? ഹാഫ് മോൾ ഉണ്ടാവും. So if you get mass, you can find number of moles by the formula x by g. അതേപോലെ വോളിയം ആണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് എന്താ പറയാം? 22.4 ആണെങ്കിൽ 1 മോൾ, 44.8 ആകുമ്പോൾ അപ്പോൾ എത്രയാണ്? 2 മോൾ ആയിരിക്കും. 11.2 ആകുമ്പോൾ എത്ര ഉണ്ടാവുള്ളൂ? ഹാഫ് മോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ എക്സ് ലിറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എക്സ് ബൈ 22.4 ചെയ്താൽ മതി. സോ ആരെങ്കിലും നിങ്ങൾക്ക് വോളിയം തന്നിട്ടുണ്ട് എങ്കിൽ, എക്സ് ലിറ്റേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് കാണാം. എക്സ് ഡിവൈഡഡ് ബൈ എത്രയാണ്? 22.4. എക്സ് ഡിവൈഡഡ് ബൈ 22.4. അതേപോലെ നിങ്ങൾക്ക് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ 1 മോൾ, 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ്? 2 മോൾസ്. എക്സ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ എത്ര മോൾ ആയിരിക്കും? എക്സ് ബൈ അവഗാഡ്രോ നമ്പർ ആയിരിക്കും. അപ്പോൾ മോളിക്യൂൾസിൻ്റെ എണ്ണം എക്സ് ആണെന്ന് തന്നാൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് കാണാം. എക്സ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? അവഗാഡ്രോ നമ്പർ. അപ്പോൾ നമ്മൾ ശരിക്കും 2 സെറ്റ് കാര്യങ്ങളാണ് തന്നത്. മാസോ വോളിയമോ മോളിക്യൂൾസിൻ്റെ എണ്ണമോ തന്നാൽ നിങ്ങൾക്ക് എന്ത് കാണാം? നമ്പർ ഓഫ് മോൾസ് കാണാം. നമ്പർ ഓഫ് മോൾസ് തന്നാൽ എന്ത് കാണാം? മാസ് കാണാം. ഇനി എപ്പോഴും മോൾ കൺസെപ്റ്റിലെ എൻട്രൻസിന് വരുന്ന ചോദ്യം, നമ്മൾ IIT വന്ന ചോദ്യം, ജെയിൽ വന്ന ചോദ്യം, ഇതൊക്കെ നമ്മൾ പഠിക്കും. ചെയ്യാൻ ഏതെങ്കിലും ഇവിടുന്ന് ഒരു സബ്സ്റ്റൻസ് തരും, ഏതെങ്കിലും ഇവിടുന്ന് ഒരു ക്വാണ്ടിറ്റിയിലേക്ക് വരണം, മാസ് തരും, എന്നിട്ട് എന്ത് കാണാൻ പറയും? വോളിയം കാണാൻ പറയും. പണ്ട് മക്കളെ നമ്മൾ പണ്ടല്ല, നിങ്ങൾ ഇപ്പോഴും ഡോറ് കാണാറില്ലേ? മാപ്പ് പറയുന്നത് പോലെ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നോക്കണം. മാസാണ് തന്നെങ്കിൽ ഇവിടെ. നിങ്ങളോട് കാണാൻ പറഞ്ഞത് മോളിക്യൂൾസിൻ്റെ എണ്ണമാണ് നമുക്ക് പോകേണ്ടത് ഇവിടെ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊത്തം ഈ പ്രോബ്ലം ചെയ്യുന്ന വഴിയുണ്ട്. മാസ്, നമ്പർ ഓഫ് മോൾ, മോളിക്യൂൾ പോകുന്ന വഴികൾ നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഓരോരുത്തുള്ള ഇക്വേഷൻ എടുത്ത് നമുക്ക് ചെയ്യാം, നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമ്പർ ഓഫ് മോൾസ് കാണേണ്ട ഇക്വേഷൻസ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതിയെടുക്കുക. മാസ് തന്നാൽ, വോളിയം തന്നാൽ, മോളിക്യൂൾസിൻ്റെ എണ്ണം തന്നാൽ, എക്സ് ഗ്രാം ആണെങ്കിൽ എക്സ് ബൈ ജി എം എം, എക്സ് ലിറ്റേഴ്സ് ആണെങ്കിൽ എക്സ് ബൈ 22.4, എക്സ് മോളിക്യൂൾസ് ആണെങ്കിൽ എക്സ് ബൈ അവഗാഡ്രോ നമ്പർ തന്നാൽ നിങ്ങൾക്ക് എന്ത് കാണാം? നമ്പർ ഓഫ് മോൾസ് കാണാം. അപ്പോൾ ഈ കംപ്ലീറ്റ് ഡയഗ്രാം നമ്മൾ എന്ത് ചെയ്യുക? ഫില്ലപ്പ് ചെയ്യുക. ഇനി നമുക്ക് ഇപ്പം തൊട്ട് എൻട്രൻസിൻ്റെ പ്രോബ്ലം ചെയ്യാം. ഈ ഒരു ഡയഗ്രാം പഠിക്കണമെന്നേ ഉള്ളൂ, അത് നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കണം. എന്തായാലും ഇതൊന്ന് ഫിൽ ചെയ്തു കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വരച്ചു വെച്ചു എന്നിരിക്കട്ടെ. ഇനി നമ്മൾ 5 പ്രോബ്ലം എന്ത് ചെയ്യും? ബാക്കി അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യും. അടുത്ത ദിവസം ആകുമ്പോഴേക്കും നമ്മൾ ഇതിൽ സെറ്റ് ആവും ഡോണ്ട്. എന്നിട്ട് വേണം പല പല അഡ്വാൻസൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ ചെയ്യാൻ. ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്.
എനിക്ക് കുട്ടികളെ അസൈൻമെൻറ്റ് എഴുതി കാണുമ്പോൾ കുട്ടികളെ വിളിക്കുമ്പോഴുള്ള റെസ്പോൺസ് ഐ എം വെരി ഹാപ്പി, ദേ ആർ ഡൂയിങ് ഗുഡ്. ലോക്ക്ഡൗൺ ഒക്കെ വന്നു, പക്ഷേ ലോക്ക്ഡൗണിനൊക്കെ നിങ്ങൾ നല്ല ഈസിയായി പൊട്ടിച്ചിരിക്കുക. നിങ്ങളാണ് ദ ബെസ്റ്റ് സ്റ്റുഡൻസ്. ഞാൻ പല സ്ഥലത്തുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, പക്ഷേ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിൻ്റെ സുഖം, അത്രയും റെസ്പോൺസ് എനിക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല. സോ ഐ എം വെരി പ്രൗഡ്. സി, നമ്മുടെ കുട്ടികൾ, ഇവിടെയുള്ള കുട്ടികൾ എന്തായിക്കൊണ്ടിരിക്കുകയാണ്, കേരളത്തിലെ, ഇന്ത്യയിലെ ദ ബെസ്റ്റാണ്. നമുക്കൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ നമ്മൾ ആ പ്രതിസന്ധി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ എം ഫീലിംഗ് റിയലി പ്രൗഡ്. എനിക്ക് നിങ്ങൾ ആലോചിച്ചിട്ട് ഭയങ്കര സന്തോഷമില്ല. അതാണ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ എനിക്കത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, ഭയങ്കര സന്തോഷമാണ്. കാരണം യു ആർ ഡൂയിങ് ഗുഡ്. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ച് ടഫായ കാര്യങ്ങളാണ്, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾ മാറ്റി പറയിപ്പിക്കേണ്ടി വരും. സ്റ്റിൽ നമുക്ക് നോക്കാം എന്ത് ചെയ്യണം, ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് പോകണം. സോ റൈറ്റ് ഡൗൺ ദോസ്. ഫൈൻഡ് ദ വോളിയം ഓഫ് (22 grams of carbon dioxide). Find the volume of 22 grams of carbon dioxide. മക്കളെ, എൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം, പക്ഷെ ചെയ്യണ്ട വെയിറ്റ്. എൻ്റെ കൂടെ, കാരണം ചെയ്തത് തെറ്റിപ്പോകുന്നവരുണ്ടാവും, അവരൊക്കെ എൻ്റെ കൂടെ ചെയ്ത ഒരു 5 പ്രോബ്ലം ചെയ്തപ്പോൾ സെറ്റായി. ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് തന്നത് എന്താണ്, കാണേണ്ടത് എന്താണ്, ഈ 2 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നമുക്ക് തന്നത് മാസാണ് തന്നത്, അല്ലേ? തന്നത് എന്താണ്, 22 grams of carbon dioxide. നമുക്ക് തന്നത് എന്താണ്, മാസാണ്. നമുക്ക് എന്താ കാണേണ്ടത്, വോളിയമാണ്. എവിടെ പോകണം, കാണേണ്ടത് എപ്പോഴും റൈറ്റ് സൈഡിലും, തന്നത് എപ്പോഴും ലെഫ്റ്റ് സൈഡിലും നോക്കണം. മാസ് തന്നു, എന്നിട്ട് എങ്ങോട്ട് പോകണം, വോളിയത്തിലേക്ക് പോകണം. ശരിയല്ലേ? ഡോറയിലെ പോലെ മാപ്പിനെ ഓടിക്കും. മാപ്പ് പറയും മാസ്, നമ്പർ ഓഫ് മോൾസ്, വോളിയം. നല്ല വഴി. യു ഗോട്ട് ദ പാത്ത്. മാസ്, നമ്പർ ഓഫ് മോൾസ്, വോളിയം. ഞാൻ മാസ് എന്നുള്ള അടുത്ത് നോക്കുന്നു, മാസ് എക്സ് ഗ്രാം എന്ന രീതിയിൽ തരണം. യെസ്, ഭാഗ്യവശാൽ ഇവിടെ ഗ്രാം തന്നെയാണ്. That point is clear. Now you have to move to number of moles. Number of moles ലേക്ക് ജമ്പ് ചെയ്യണം. വെറുതെ അങ്ങ് ജമ്പ് ചെയ്താൽ പോരാ. ഇവിടെ ഇക്വേഷൻ ഉണ്ട്, x/gmm. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് യു ക്യാൻ റൈറ്റ് നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു x എന്ന് വെച്ചാൽ തന്ന മാസ് എത്രയാണ്, 22 ഡിവൈഡഡ് ബൈ 44. കാർബൺ ഡൈ ഓക്സൈഡിന്റെ GMM എത്രയാണ്, 44 ആണ്. സോ യു വിൽ ഗെറ്റ് നമ്പർ ഓഫ് മോൾസ് ആസ് 1/2. അപ്പോൾ n എന്നുള്ള വാല്യൂ നിങ്ങൾക്ക് എത്ര കിട്ടി, 1/2. ഇനി നമുക്ക് എങ്ങോട്ട് പോകണം, വോളിയത്തിലേക്ക് പോകണം. എങ്ങനെയാ ഫോർമുല, n × 22.4. n എത്രയാ, ഹാഫ്. സോ യു വിൽ ഗെറ്റ് വോളിയം ഈസ് ഈക്വൽ ടു half into 22.4 and the answer is 11.2 liters. You got it. കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ സംഭവം ഇത് ഭയങ്കര എളുപ്പമാണ്. പഴയ ടുട്ടുമൊയിൽ വഴി കാണിച്ചു കൊടുക്കാമോ എന്നുള്ള സാധനം ചെയ്യുന്നത് പോലെ എളുപ്പമാണ്. മോൾ കൺസെപ്റ്റ് തന്നത് എന്താണോ, പോവേണ്ടത് എന്താണോ, ആ വഴിയിലൂടെ പോയാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, സോ സോൾവ് ഇറ്റ്. എന്താ രസം. അടുത്തൊരു ചോദ്യം ചെയ്യാം മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കണ്ടേ. തന്നതും കാണേണ്ടതും ഒക്കെ ഞാൻ മയക്കാണ്. ഇവിടത്തെ പോട്ടെ. ഫൈൻഡ് ദ മാസ് ഓഫ് ഹാഫ് മോൾ NaOH. Find the mass of half mole NaOH. ഇതൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ടിൽ എഴുതി എടുക്കണം. ഞാൻ അടുത്ത അസൈൻമെന്റിൽ വേണമെങ്കിൽ നോട്ടിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. നിങ്ങൾ നോട്ട് എടുത്തുകൊണ്ട് വീഡിയോ ഞാൻ നോക്കും. ഇല്ലാത്തവരൊക്കെ ചവിടി പുറത്താക്കിയിട്ടുള്ള കാര്യം ഇപ്പോഴേ പറയാം. ഹാഫ് മോൾ ഓഫ് NaOH. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെയാ, ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് എങ്ങോട്ട് പോകണം, മാസിലേക്ക് പോകണം. അപ്പോൾ ഇതാണ് ഫോർമുല, n × GMM. സിമ്പിൾ. വൺ സ്റ്റെപ്പ് കഴിഞ്ഞു. മാസ് ഈസ് ഈക്വൽ ടു half into GMM of NaOH is 40 units 2.
ഓക്കെ 5 പ്രോബ്ലം ചെയ്യാൻ പറ്റും തോന്നില്ല, നമ്മുടെ സമയം തീരാറായി. അരമണിക്കൂറിൽ കൂടുതൽ എടുക്കാൻ പാടില്ല എന്നാണ്. ബോർ അടിക്കില്ലേ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി നമ്പർ ഓഫ് മോളിക്യൂൾസ് in 44.8 liters of oxygen. Find the number of molecules in 44.8 liters of oxygen. നോക്കാം. വോളിയം. You have to find number of molecules. വീണ്ടും മാപ്പ് പറയുന്നു. Number of moles, volume, number of moles, molecules. So you will get number of moles is equal to 44.8 divided by 22.4, that is equal to 2. The number of molecules is equal to, ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ 2 into Avogadro number. That is 12.022 into 10⁻³ whatever. So ഇന്നത്തെ ക്ലാസ് ഇതൊക്കെ മതി. ബാക്കിയുള്ള സാധനങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഇന്ന് തൊട്ടിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇത് അഥവാ നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പറയുന്ന പോലെ ഒന്നുകൂടെ കാണുക, 2-3 പ്രാവശ്യമൊക്കെ കാണുക. അരമണിക്കൂറല്ലേ ക്ലാസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവും. അപ്പോൾ അടുത്ത ക്ലാസ്സൊക്കെ ആകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി സന്തോഷമുള്ള വാർത്ത തരുന്നതായിരിക്കും. ഫിസിക്സ്, മാത്സ് ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ബാക്കി സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഓൾറെഡി സ്പീഡ് മാത്തമെറ്റിക്സ് നമ്മൾ 2-3 സെഷൻസ് വിട്ടും ബാക്കിയുള്ള സെഷൻസ് അങ്ങോട്ട് വിടും. നമ്മളങ്ങനെ അടിപൊളിയായി പോയി കണ്ടേക്കാണ്. എല്ലാ പാരൻസിനോടും കാണുന്നുണ്ട് എങ്കിൽ അവരോട് കുറേ കാര്യം പറയാം. നിങ്ങളൊന്നും പേടിക്കേണ്ട, നമ്മുടെ കുട്ടികളൊക്കെ അടിപൊളിയാണ്. ഇവരുടെ അടുത്ത് ഞാൻ ശരിക്കും പറഞ്ഞ കള്ളം പറഞ്ഞ് പറ്റിച്ചാണ്. 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും എടുക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് +1 ആണ്. അപ്പോൾ +1 അവരത് സുന്ദരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദേ ആർ റിയലി വണ്ടർ കിഡ്സ്. സോ താങ്ക്സ് അഗെയിൻ. ദിസ് ഈസ് മീ JD സൈൻ ഓഫ്.